അനു അവിടെ എന്താ അങ്ങനെ പോയി മാറി നിൽക്കണേ? ഒന്നും പറയണ്ട, രാവിലെ തൊട്ട് അവള് ഭയങ്കര ശോകം. ഇവളിത് വന്ന് എന്താ അനു, എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല, കാര്യം പറ. മര്യാദ നിങ്ങളെ കൂടി ഞാൻ കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആക്കിയത്. എടാ, നീ അതിനിത് അറിഞ്ഞോണ്ട് ചെയ്തതല്ലല്ല, പിന്നെ എന്തിനാ നീ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ? മാത്രമല്ല, നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം റേറ്റ് കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും അതേ വാങ്ങുള്ളൂ. അതെ. എടാ പ്ലീസ്, നീ ഒന്ന് ഓക്കെ ആവാ, നമ്മുടെ ഉള്ള സന്തോഷം കൂടി നീ കളയല്ലേ. വാ അവിടെ പോയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ബെഞ്ചു. നീ പറയാറുള്ളത് ശരിയാ. എനക്ക് എന്ത് ഇഷ്യൂ വന്നാലും ഇല്ലെങ്കിലും ഞാൻ പരീക്ഷയ്ക്ക് എന്തായാലും തോക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. അയ്യേ എടി, അത് ഞാൻ ഇവളെ കളിയാക്കാൻ വേണ്ടി ചുമ്മാ തമാശക്ക് പറയുന്നല്ലാണ്ട്. അല്ല അതിരിക്കട്ടെ, ആരാ ഇനിയിപ്പോ ഇവിടെ തോക്കാൻ പോണേ? ഈ സെം നമ്മ 3 പേരും ജയിക്കും, അതും സാധാരണയിലും കൂടുതൽ മാർക്കോടെ. ചുമ്മാ ഇരിക്കട്ടെ, എന്തെങ്കിലും പറഞ്ഞ സാധനത്തിനൊന്നും ഓക്കേക്കുന്നു. ഓ അതായിരുന്നു, ഞാനോർത്ത് ഈ നടക്കാത്ത കാര്യമൊക്കെ നീ എന്തിനീ വിളിച്ചു പറയണേ? ഒന്ന് ചിരിക്കടി. എടാ ഒന്ന്, പരീക്ഷയ്ക്ക് എന്തായാലും പൊട്ടല്ലേ? നല്ല ചിരിക്കടി. പിടിച്ചോ. അല്ല എടാ, മറ്റേ ആ മീരയുടെ ഫോട്ടോ കിട്ടിയായിരുന്നാ? അയ്യോ, അമ്മ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവളുടെ ഈ ഒരു ഇതിൽ ഞാൻ വിട്ടുപോയിന്നേ. നീ എന്തേ അറിയിക്കുന്നേ? ആരെങ്കിലും എന്തെങ്കിലും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണ്ടോ നോക്കിയതാ. എടാ, ആള് ക്യാൻസർ ഒന്നും മരിച്ചെന്നല്ലേ പറഞ്ഞത്? ഈ ക്യാൻസർ വരുമ്പോ ചില ആൾക്കാർ മുടി മുറിച്ച് കളയാറില്ലേ? അതെന്താ അറിയോ, ഈ ക്യാൻസർ വരുമ്പോൾ ആൾക്കാർ ട്രീറ്റ്മെന്റ് ചെയ്യുമല്ലോ, ഈ കീമോതെറാപ്പിയും ഈ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് എല്ലാം. അപ്പൊ ആ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ മുടി എന്തായാലും കൊഴിയും. ആ മെന്റലി അവർ ആ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ചില ആൾക്കാർ മുടി മുറിച്ച് മാറ്റും, ചില ആൾക്കാർ ഷേവ് ചെയ്ത് കളയും. അങ്ങനെ ചെയ്യാറുണ്ട്. എടാ, പക്ഷെ എല്ലാവരുടെയും കേസിൽ ഒരേപോലെ ആവണം എന്നില്ല കേട്ടോ. ഈ കുട്ടിയുടെ കേസിൽ അതെന്തായിരുന്നു സംഭവം?